കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് കോടതി. കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കേസിൽ എക്സാലോജി കമ്പനിയും CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചാണ് കർണാടക ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയത്. അതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളൊന്നും പാടില്ല എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇപ്പോൾ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടർ ടി വീണയാണ് അന്വേഷണത്തിനെതിരെ കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുമാത്രമല്ല SFI നോട്ടീസിന് വീണ വിജയൻ മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വിലക്കിയെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ലെന്നും കോടതി പറയുന്നു. എന്നാൽ ഈ കേസിൽ അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ എന്നും കോടതി ചോദിച്ചു. തൽക്കാലം നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദീകരണങ്ങളും മറുപടികളും ഒക്കെ കേട്ടതിന് പിന്നാലെയായിരിക്കും അറസ്റ്റ് എന്ന കടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നതായിരുന്നു കോടതി അറിയിച്ചത്. അതുമാത്രമല്ല, ഹർജിയിൽ വിശദമായ വാദം കേട്ടതിന് പിന്നാലെ വിധി പറയാനായി മാറ്റിയെങ്കിലും എന്നാണ് ഈ വിധി പറയുമെന്നത് കോടതി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു വിധി പറയാതിരിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസിനെ കുറിച്ചുള്ളത് തന്നെയാണ്. 37 തവണ, ഇത് 38ാം തവണ മാറ്റുകയായിരുന്നു കോടതി. പല പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇങ്ങനൊരു മാറ്റം. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ മകളുടെ കരിമണൽ മാസപ്പടി വാങ്ങുന്ന ഈ കേസിലും ഇപ്പോൾ കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. അത് എന്നത്തേക്കാണ് എന്നത് വ്യക്തമായിട്ടില്ല. ഇത് മാത്രമല്ല, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വിധി പറയുന്നതുവരെ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനുവേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് കോടതി വാക്കാൽ നിർദ്ദേശിക്കുകയായിരുന്നു. അത്തരം നടപടികൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിപ്പോൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണെങ്കിലും അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ വീണ വിജയന് വൻ തിരിച്ചടിയായി മാറുന്നു. അതുമാത്രമല്ല, SFIO അന്വേഷണം നിലനിൽക്കില്ല എന്ന വാദമാണ് എക്സാലോജിക് കോടതിയിൽ ഉയർത്തിയത്. കരിമണൽ കമ്പനിയായ CMRL നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ SFIO അന്വേഷണം നടത്തുന്നത്. എന്നാൽ SFIO, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി. CMRLും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്കും SFIO സമൻസ് നൽകിയിരുന്നു. നേരത്തെ തന്നെ CMRLും KSIDCയിലും ഒക്കെ തന്നെ നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് ഇനി നൽകേണ്ടത് എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, SFIയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി വിധി പറയാൻ മാറ്റിയത്. സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് നൽകിയ ഹർജി. എന്നാൽ ഈ ഹർജിയിൽ സ്റ്റേ ഇല്ലെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. ഹർജി കർണാടക ഹൈക്കോടതി വിധി പറയാനായി തന്നെയാണ് മാറ്റിയത്. SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകാനാണ് എക്സാലോജിക്കിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് സാവകാശം ആവശ്യപ്പെട്ടതോടെ ഫെബ്രുവരി 15 വരെ കോടതി സമയം നൽകി. വിഷയത്തിൽ വിശദമായ വാദം കേട്ട കോടതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് SFIയുടെ അഭിഭാഷകനോട് ചോദിച്ചു. എന്നാൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് തന്നെ അഭിഭാഷകൻ മറുപടി നൽകി. CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്ന് SFIO അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതിനിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും SFIയുടെയും അന്വേഷണം ഒരുമിച്ച് നടക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്നും ചട്ടവിരുദ്ധമാണെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബാംഗ്ലൂരിലായതിനാലാണ് കർണാടക ഹൈക്കോടതിയിൽ കമ്പനി ഹർജി സമർപ്പിച്ചത്. SFIയുടെ ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് ഹർജിയിൽ എതിർകക്ഷികൾ. എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യാവസായിക വികസന കോർപ്പറേഷനിലെ CMRL തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ സംഘം കേരളത്തിൽ എത്തിയത്. കൂടാതെ ആലുവയിലെ CMRL ഓഫീസിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSIDCയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.